എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എപ്പോഴും ഒരേപോലെ അല്ലേ നമ്മൾ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് എയർ ഫ്രയറിലൊന്ന് വറുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചതാണ് കേട്ടോ. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മസാല പൗഡർ, ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൈകൊണ്ട് ഒന്ന് കൂട്ടി തിരുമണം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിലേക്ക് 1 കിലോളം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് പീസാക്കിയിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ടാണ് കേട്ടോ നമ്മൾ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എയർ ഫ്രയറിൽ നമുക്കൊന്ന് നിരത്തി വെച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് വരെ ഞാനിത് ഒന്ന് എയർ ഫ്രയറിൽ ഒന്ന് ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും വെച്ചിട്ടുണ്ട്. ഒരു 150 ഡിഗ്രിയിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതവിടെ വേകുന്ന സമയത്ത്, ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു ചട്ടി വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കുറച്ച് മാത്രം തേങ്ങാക്കൊത്ത് അത് പീസാക്കിയതാണ്. ഒരു 3-4 ചുവന്ന മുളക് അതും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഒരു 2 മീഡിയം സൈസ്, വലിയ സൈസ് തന്നെ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതാണ് കേട്ടോ, ചതച്ചതാണ്. അപ്പോൾ അതൊരു 1.5 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് ബ്രൗൺ നിറത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ സൈസ് തക്കാളി അത് നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടി ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തെടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് വരുമല്ലോ. അപ്പോൾ നമ്മളിത് ഉപ്പും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം കറി മസാല അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു മസാലക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. അത് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു ടീസ്പൂൺ മതി. കാരണം നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ചിക്കനിൽ മുളകൊക്കെ ഇട്ടതുകൊണ്ട് അതൊക്കെ അത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, അത് നിർബന്ധമല്ല കേട്ടോ, പക്ഷേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ചേർത്താൽ. പിന്നെ കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഇച്ചിരി ഗ്രേവി പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ നിന്ന് ചിക്കൻ ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതൊക്കെ മിക്സാക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തിയുടെയും പിന്നെ അപ്പത്തിൻ്റെ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കാതെ മാറ്റി തിരിച്ചൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ പറയുക. എന്നാൽ ശരി, നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.